MSC പലർമോ കപ്പൽ തടഞ്ഞുവെക്കാൻ ഹൈക്കോടതി ഉത്തരവ്. കേരള തീരത്തെ കപ്പൽ അപകടത്തെ തുടർന്നാണ് നടപടി. ബോട്ടുടമകൾ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നടപടിയുണ്ടായത്. വിവരങ്ങൾ രശ്മ ബാബു നൽകും. രശ്മ. നീലിമ, MSC എൽസ 3 കപ്പലപകടവുമായി ബന്ധപ്പെട്ട് കനത്ത നാശനഷ്ടം തങ്ങൾക്കുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മത്സ്യബന്ധന ബോട്ടുടമകൾ നൽകിയ ഹർജിയിലാണ് ഒരു ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുള്ളത്. MSCയുടെ, അതായത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ തന്നെ പലർമോ എന്ന പേരായ കപ്പൽ, MSC പലർമോ എന്ന കപ്പൽ തടഞ്ഞു വെക്കാനായിട്ട്, അറസ്റ്റ് ചെയ്യാനായിട്ടാണ് ഇപ്പോൾ ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. വിഴിഞ്ഞം പോർട്ട് ട്രസ്റ്റിലാണ് നിലവിൽ കപ്പലുള്ളത്. അതുകൊണ്ട് തന്നെ ആ അധികൃതർക്കാണ് നിലവിൽ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അറസ്റ്റ് ചെയ്ത് വെക്കണം, അതായത് തടഞ്ഞു വെക്കണം എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. അതായത് മത്സ്യബന്ധന ബോട്ടുകൾക്ക് കടലിൽ ഇറങ്ങുമ്പോൾ അത് കേടുപാടുകൾ സംഭവിക്കുന്നുണ്ട്, ഒപ്പം തന്നെ വലകൾ നശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം തങ്ങൾക്ക് വേണമെന്നുള്ളതായിരുന്നു മത്സ്യബന്ധന ബോട്ടുടമകൾ നൽകിയ ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. ഇടക്കാല ആവശ്യമായിട്ടാണ് ഈ MSCയുടെ തന്നെ കപ്പൽ അത് തടഞ്ഞു വെക്കണമെന്നുള്ളൊരു ഉത്തരവ് വേണമെന്ന കാര്യം അവർ ഉന്നയിച്ചത്. ഇത് ഹൈക്കോടതി അംഗീകരിക്കുകയായിരുന്നു. എന്തായാലും നഷ്ടപരിഹാര തുക അതിന്റെ ഇത്ര ശതമാനം രജിസ്ട്രിയിൽ കെട്ടിവെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ കപ്പൽ വിട്ടുകൊടുക്കാൻ സാധിക്കും. നേരത്തെ MSCയുടെ തന്നെ മറ്റ് ചില കപ്പലുകൾ, അക്കിറ്റേറ്റ പോലെയുള്ള കപ്പലുകളും ഹൈക്കോടതി അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് ആ കപ്പൽ കമ്പനി ഉടമകൾ ഹൈക്കോടതി രജിസ്ട്രിയിൽ തുക കെട്ടിവെച്ചതിന് ശേഷം വിട്ടുകൊടുക്കുകയായിരുന്നു. സമാനമായിട്ടുള്ള നടപടിക്രമങ്ങൾ മാത്രമായിരിക്കും ഈ കപ്പലിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടും ഉണ്ടാകുക. എന്തായാലും നേരത്തെ ഹൈക്കോടതിയിൽ ഈ കപ്പലപകടവുമായി ബന്ധപ്പെട്ട് അഡ്മിറാൽറ്റി സ്യൂട്ട് അടക്കം നിലവിലുണ്ട്. ആ സംഭവത്തിൽ, ആ കേസിലടക്കം ഹൈക്കോടതിയിലെ കപ്പൽ ഉടമകൾ പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ കപ്പൽ കമ്പനി പറഞ്ഞിട്ടുള്ളത്, ഈ 9,531 കോടി രൂപ അത് നൽകാനാകില്ല എന്നുള്ളൊരു നിലപാടായിരുന്നു. അതിനിടയിൽ തന്നെയാണ് തങ്ങൾക്ക് വലിയ രീതിയിൽ നാശനഷ്ടം ഉണ്ടായി എന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ബോട്ടുടമകൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ തന്നെ കപ്പലാണ് ഇപ്പോൾ നിലവിൽ ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം തടഞ്ഞിട്ടിരിക്കുന്നത്. നീലിമ.